കമ്പനിയുണ്ട്. അതൊരു പൊളിറ്റിക്കൽ കൺസൾട്ടൻസി ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പാണ് യഥാർത്ഥത്തിൽ ഈ മമതാ ബാനർജിയുടെയും തൃണമൂൽ കോൺഗ്രസിന്റെയും രാഷ്ട്രീയ പ്രചാരണ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യുന്നത്. ആ കമ്പനി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു റെയ്ഡ് നടക്കുകയുണ്ടായി. എന്തായിരുന്നു യഥാർത്ഥത്തിൽ ആ റെയ്ഡിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്? നമുക്കറിയാമല്ലോ, ഐപാക് എന്ന് പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ കൺസൾട്ടൻസി ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിന് ഈ പറയുന്ന കൽക്കത്ത മാത്രമല്ല, പശ്ചിമ ബംഗാളിന്റെ വിവിധ ഭാഗങ്ങളിൽ എല്ലാ മണ്ഡലങ്ങളിലും അവരുടേതായിട്ടുള്ള പ്രതിനിധികളുണ്ട്. ആ പ്രതിനിധികൾ നൽകുന്ന ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിലാണ് TMCയും അതുപോലെ തന്നെ ഈ പറയുന്ന മുഖ്യമന്ത്രി മമതാ ബാനർജിയും അവരുടെ പ്രചാരണ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത്. എന്തിനേറെ പറയുന്നു, TMCയുടെ കാൻഡിഡേറ്റ് ലിസ്റ്റ് പോലും തീരുമാനിക്കുന്നത് ഈ പറയുന്ന ഐപാക് എന്ന കമ്പനിയാണ്. അങ്ങോട്ടേക്കാണ് EDയുടെ ഉദ്യോഗസ്ഥർ ചെന്നത്. എന്താണ് മമതാ ബാനർജി ചെയ്തത്? മമതാ ബാനർജി റൈറ്റേഴ്സ് ബ്ലോക്കിൽ നിന്ന്, അതായത് ഈ പറയുന്ന കൽക്കത്തയിലെ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒരു വണ്ടിയും എടുത്ത് നേരെ ഐപാക്കിന്റെ ഓഫീസിലേക്ക് വന്നു. എന്നിട്ട് ഫിസിക്കലായി തന്നെ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉദ്യോഗസ്ഥന്മാരെ തടഞ്ഞു. എന്ന് മാത്രമല്ല, ആ ഓഫീസിലുണ്ടായിരുന്ന പെൻഡ്രൈവും ഫോണും ഫയലുകളും എല്ലാം എടുത്തുകൊണ്ടാണ് പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രി തിരിച്ച് അവരുടെ ഓഫീസിലേക്ക് പോയത്. ഇന്ന് ഈ രാജ്യത്ത് ഏത് മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉദ്യോഗസ്ഥരെ തടയാൻ? ഇതൊരു വലിയ കേസായി സുപ്രീം കോടതിയുടെ മുമ്പിലുണ്ട്. എന്തായാലും ഈ നീക്കങ്ങളൊക്കെയാണ് അവിടെ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥി പട്ടിക കൈക്കലാക്കാൻ ശ്രമിക്കുക, അവരുടെ പ്രചാരണ പരിപാടികൾ അറിയാൻ ശ്രമിക്കുക. ഏതറ്റം വരെയും ബംഗാൾ പിടിക്കാൻ BJP പോകും ഇതിനപ്പുറത്ത് യാതൊരു തെളിവും വേണ്ട. ആ അർത്ഥത്തിൽ വർഗീയമായ സൂത്രവാക്യം ഉണ്ടാക്കുന്നു, വർഗീയമായ ഭിന്നിപ്പുണ്ടാക്കുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ ഏജൻസികളെ പിടിച്ച് അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമിക്കുന്നു. ആ രീതിയിൽ തീപാറുന്ന ഒരു പോരാട്ടത്തിനാണ് ഇനിയിപ്പോൾ ബംഗാൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അപ്പോഴാണ് മമതാ ബാനർജി ബംഗാളിലെ ജനങ്ങൾക്ക് നീതി കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്വന്തം നിലയ്ക്ക് വക്കീൽ കുപ്പായവും ഇട്ട് ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസിന്റെ കോടതിയിൽ നേരിട്ട് ഹാജരായിട്ട് വാദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ആ ധൈര്യം മമതാ ബാനർജിക്ക് നൽകുന്നത് ആ ബംഗാളി ജനതയാണ്, തൃണമൂൽ കോൺഗ്രസ് ആണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. തീർച്ചയായിട്ടും മമതാ ബാനർജിയെ തൊടാൻ ഈ നിമിഷം വരെ ഒരു കേന്ദ്ര ഏജൻസിക്കും കഴിഞ്ഞിട്ടില്ല. അവരുടെ 7 അയൽപക്കത്തെത്താൻ ഒരു കേന്ദ്ര ഏജൻസിക്കും കഴിഞ്ഞിട്ടില്ല. കാരണം എന്താ? അവർക്ക് മടിയിൽ കനമില്ല, അതുകൊണ്ട് വഴിയിൽ ഭയവുമില്ല. അതുകൊണ്ട് അവർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ നേരിടും, അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നേരിടും. നോക്കൂ, ഇന്നിപ്പോൾ വളരെ ശക്തമായ പോരാട്ടമാണ് കേന്ദ്ര സർക്കാരിനെതിരെ മമതാ ബാനർജി നടത്തുന്നത്.